തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സീല് പൊട്ടി നിലത്ത് വീണു. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. നഗരഹൃദയത്തിലുള്ള കെട്ടിടം സർക്കാരിന്റെയാണ് ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. 7 നില കെട്ടിടമാണ്. ഒരു 50 വർഷത്തിന് മുകളിൽ പഴക്കം ഈ ബിൽഡിങ്ങിന് വരും എന്നാണ് നാട്ടുകാരും ഈ ഓഫീസിൽ പ്രവർത്തിക്കുന്നവരും പറയുന്നത്. ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സിഡ്കോ, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ നിലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ 6ാം നിലയിൽ നിന്നാണ് ഒരു സീലിംഗ് അടർന്നു വീണത്. ഇത് മാത്രമല്ല, കുറച്ചുകൂടെ ഭയാനകമായ ദൃശ്യം കാണുക. ഇപ്പോൾ ആ അടർന്നു വീഴുന്ന സീലിങ്ങുകൾ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഇത് നമ്മുടെ ബേക്കർ ജംഗ്ഷൻ്റെ അടുത്തുള്ള ഹൗസിംഗ് ബോർഡിൻ്റെ ഗവൺമെൻറ് ബിൽഡിങ്ങാണ്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയത്തില്ല. പഴയ ജാമ്പവാൻ്റെ സമയത്ത് കണ്ടുള്ളതാണ് ഇത്. അന്ന് അതൊരു ആവശ്യത്തിന് പോയപ്പോൾ ഈ ബിൽഡിങ്ങിനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് തോന്നി. കാരണം ഒട്ടും ഒരു സേഫ്റ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ, മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാത്ത രീതിയിലൊക്കെ കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ 2 മാസം മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോ എടുത്തു. പക്ഷേ ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി. കാരണം അതെന്തോ ഇന്ന് വേണ്ട ഈ വാർത്ത ഞാൻ ഏഷ്യാൻ്റെ കണ്ടപ്പോൾ എൻ്റെ കിളി പറന്നുപോയി. എൻ്റെ ദൈവമേ, എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്ക്. സെക്രട്ടേറിയറ്റിൻ്റെ ഒരു 200 മീറ്റർ ഇപ്പുറത്തുള്ള ഈ സ്ഥാപനം, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു ഫയർ സ്റ്റേഷനിലൊക്കെ സ്റ്റാഫൊക്കെ സേഫ്റ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ. ബാക്കി എത്രയോ വലിയൊരു ആൾക്കാരൊക്കെ അതുവഴി പോകുന്നുണ്ട്. ആരുടെയും കണ്ണിൽ ഇത്രയും കാലം ഇത് വന്ന് എന്തോ കണ്ണ് പിടിച്ചില്ല എന്ന് പറയുന്നത് നമ്മളെപ്പോലെ മനസ്സിലായി മലയാളി അരിയാഹാരം തിന്നണം നമ്മൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര ഇങ്ങനെ നെഗ്ലിജൻസ് ഇങ്ങനെ പോകും. ഇതിപ്പോൾ ഒരാളുടെ തലയിലാണ് വന്ന് വീണിരുന്നെങ്കിലാ. സത്യം പറഞ്ഞാൽ ഈ സേഫ്റ്റി അല്ലെങ്കിൽ ഈ ഓഡിറ്റും ഇതിനൊക്കെ എന്താ പറയണത് ഫിറ്റ്നസ്സും കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ സ്പോട്ടിൽ ടെർമിനേറ്റ് ചെയ്യണം. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേ. ഈ ഇടയ്ക്കാണ് കോഴിക്കോട് സൺഷെയ്ഡ്, ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങിൻ്റെ സൺഷെയ്ഡ് വന്ന് വീണ് 3 പാവപ്പെട്ട തൊഴിലാളികൾ മരിച്ച്. അവരുടെയൊക്കെ വീട്ടിൽ ഇനി ആര് എന്ത് ചെയ്ത് കൊടുക്കും? അവരുടെ ജീവിതത്തിന് ആര് സമാധാനം പറയും? അതിനു മുമ്പ് ഈ ഇടയ്ക്ക് ഒരു ആശുപത്രിയിൽ നിന്ന് ബാത്റൂമിലെങ്ങാണ്ട് പേര് ലേഡിയോ അതെല്ലാം പൊളിഞ്ഞ് വീണു. ഇത് എത്ര കിട്ടിയാലും പഠിക്കൂലേ? ഏത് ഗവൺമെൻറ് ജയിക്കില്ല നമുക്കറിയേണ്ട ആവശ്യമില്ല. ഇതിനൊരു പ്രോപ്പർ ചാനൽ വേണം. 3 നില അല്ലെങ്കിൽ 2-3 നിലയ്ക്ക് മുകളിലോട്ട് പൊക്കമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ഫ്രണ്ടിൽ ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അപ്രൂവൽ കൊടുത്ത സ്റ്റാഫിൻ്റെ പേരും ഡെസിഗ്നേഷനും മെൻഷൻ ചെയ്യണം. അതിപ്പോൾ ഫയർ ആയാലും അതിൻ്റെ സ്റ്റെബിലിറ്റി ആയാലും എല്ലാം അതിൽ മെൻഷൻ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റണം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ വിശ്വസിച്ചുകൊണ്ടൊരു കെട്ടിടത്തിൻ്റെ സൈഡിൽ പോലും നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല. നാണക്കേട്.